ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. അതായത് ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്തൊക്കെയാണ്? നാം ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി പ്ലാൻ്റെ ടൈപ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് പ്ലാൻസിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സെക്കൻഡ് വൺ സ്റ്റാൻഡിങ് പ്ലാൻ. അതിലെന്താണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് നോക്കാം. സിംഗിൾ യൂസ് പ്ലാൻ പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്. A single use plan is developed for a one-time event or a project. They are used for non-recurring situations. അതായത് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നാം തയ്യാറാക്കുന്ന ഒരൊറ്റ തവണ മാത്രം തയ്യാറാക്കുന്ന പ്ലാൻസ് ആണ് സിംഗിൾ യൂസ് പ്ലാൻസ്. അതുകൊണ്ട് തന്നെ അവ നോൺ റെക്കറിങ്ങിലായിരിക്കും. കാരണം അവ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന പ്ലാൻസ് അല്ല. എന്തോ ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നാം എടുക്കുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ. ഇതിനകത്ത് തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ബഡ്ജറ്റ് ഉണ്ട്, പ്രോഗ്രാം ഉണ്ട്, പ്രോജക്റ്റ്. ഇതൊക്കെ തന്നെ സിംഗിൾ യൂസ് പ്ലാനുകളാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡിങ് പ്ലാൻ. A standing plan is used for activities that occur regularly or repeated. അതായത് ഇങ്ങനെ നമുക്ക് സ്ഥിരമായി ആവർത്തിച്ചു വരുന്ന പ്ലാനുകളെയാണ് നമുക്ക് സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറയാൻ പറ്റുക. സിംഗിൾ യൂസ് പ്ലാൻസ് ആണെങ്കിൽ ഒരു വൺ ടൈം പർപ്പസ് ആണ്. എന്നാൽ സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് വെച്ചാൽ റെഗുലർലി ഒക്കർ ചെയ്യുന്ന ഇവൻറ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്ലാനുകളാണ് സ്റ്റാൻഡിങ് പ്ലാൻസ്. സ്റ്റാൻഡിങ് പ്ലാൻസ് തന്നെ പല കാറ്റഗറിയിലുണ്ട്. പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ്, ഇങ്ങനെ പല പല കാറ്റഗറിയിലുണ്ട്. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് പ്ലാനിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, പ്ലാൻസിന് നമുക്ക് പ്രധാനമായിട്ടും 8 കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യാം. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ്. നാം പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നാണ്. Therefore, നമുക്ക് ഒബ്ജക്റ്റീവിന് ഇങ്ങനെ പറയാം, ഇറ്റ് ക്യാൻ ബി സെഡ് ടു ബി ദ ഡിസൈഡ് ഫ്യൂച്ചർ പൊസിഷൻ ദാറ്റ് ദ മാനേജ്മെൻറ്റ് വുഡ് ലൈക്ക് ടു റീച്ച്. അതായത് മാനേജ്മെൻറ്റ് ഭാവിയിൽ എവിടെ എത്തിത്തീരണം, അല്ലെങ്കിൽ ആ സ്ഥാപനം എവിടെ എത്തണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് നാം ഒബ്ജക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഒബ്ജക്റ്റീവ് സിംപ്ലി സ്റ്റേറ്റഡ് ഈസ് വാട്ട് യു വുഡ് ലൈക്ക് ടു അച്ചീവ്. നിങ്ങളുടെ കാര്യം ഒന്ന് എടുത്ത് പരിശോധിക്കാം. നിങ്ങൾ എന്താകണമെന്ന്, ഭാവിയിൽ നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. മാനേജ്മെൻറ്റ് എന്താകണമെന്ന് മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നുവോ അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന പ്ലാൻ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. രണ്ടാമത്തൊരു പ്ലാനാണ് സ്ട്രാറ്റജി. മലയാളം തന്ത്രം, നയതന്ത്രം എന്നൊക്കെയാണ് സ്ട്രാറ്റജി നാം പറയുന്നത്. സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഫോർ അക്കംപ്ലിഷിങ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. നമുക്ക് ഓർഗനൈസേഷൻ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ, തൊട്ട് മുൻപ് പറഞ്ഞ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ കോംപ്രിഹെൻസീവ്, വളരെ വിശദമായ ഒരു പ്ലാൻ ആവശ്യമാണ്. ഈ പ്ലാനിനെയാണ് നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റുക. സ്ട്രാറ്റജിക്ക് പ്രധാനമായിട്ടും ഒരു 3 ഡയമെൻഷണൽ ഫേസ് ആണ് സ്ട്രാറ്റജിക്കുള്ളത്. ഒരു 3 ഡയമെൻഷണൽ ഫേസ് ആണുള്ളത്. നമുക്കത് ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, ഡിറ്റർമൈനിങ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത് വരുന്നത് നമ്മുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക. സെക്കൻഡ് വൺ, അഡോപ്റ്റിംഗ് എ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സോൾവ് ചെയ്യാനുണ്ടാകും, അതിനുവേണ്ടി മാത്രം എന്ത് ചെയ്യുക, ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവിനെ നാം കണ്ടെത്തുക. ആൻഡ് തേർഡ് വൺ, അലോക്കേറ്റിംഗ് ദ റിസോഴ്സസ് നെസസറി ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. അതായത് നാം ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുക തുടങ്ങി ഇങ്ങനെ വളരെ വിശാലമായ 2-3 ഡയമെൻഷൻസ് ഉള്ള ഒരു പ്ലാനാണ് സ്ട്രാറ്റജി എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് നോക്കാം. തേർഡ് പ്ലാൻ ആണ് പോളിസി. പോളിസിയുടെ മലയാളം നയം എന്നാണ്. എല്ലാ മാനേജ്മെൻറ്റിനും ബിസിനസ്സിനും നയങ്ങളുണ്ടാവും. എന്താണ് പോളിസി? പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ സ്ട്രാറ്റജി. നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ സ്ട്രാറ്റജി എവിടെ നിന്നാണ് ഫ്രെയിം ചെയ്യപ്പെട്ടത്? നാം ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ട്രാറ്റജി നമുക്ക് രൂപീകരിക്കേണ്ടി വന്നത്. ഈ സ്ട്രാറ്റജി നടപ്പിലാക്കുന്നതിനായിട്ട് നാം തയ്യാറാക്കിയിട്ടുള്ള പൊതുവായ
നിർദ്ദേശങ്ങൾ അല്ലെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നാം പോളിസി എന്ന് പറയുന്നത്. റിലേറ്റഡ് ആയിട്ട് വരികയാണ് ഇതെല്ലാം. അടുത്ത നാലാമത് വരുന്ന ഒരു പ്ലാനാണ് പ്രൊസീജിയർ. പ്രൊസീജിയറിൻ്റെ മലയാളം നടപടിക്രമം എന്നാണ്. നമുക്കറിയാം പ്രൊസീജിയറിൻ്റെ പ്രത്യേകത എന്താണ്? പ്രൊസീജിയേഴ്സ് ആർ റുട്ടീൻ സ്റ്റെപ്പ് ഓൺ ഹൗ ടു ക്യാരി ഔട്ട് ദ ആക്ടിവിറ്റീസ്. നാം ഇതൊക്കെ പറഞ്ഞല്ലോ, ഈ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഈ പ്രൊസീജിയറും ഒക്കെ നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് ഒബ്ജക്റ്റീവ്? ഒരു കാര്യം നാം എടുത്തിരിക്കുന്ന കുറേ ആക്ടിവിറ്റീസ്, നാം ഡിസൈഡ് ചെയ്തിട്ടുള്ള കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഈ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദേ ആർ സ്പെസിഫൈഡ് ഇൻ എ ക്രൊണോളജിക്കൽ ഓർഡർ. കൃത്യമായ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കും പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് മെത്തേഡ്. മെത്തേഡ് മീൻസ് the ways in which a task has to be performed. നമ്മൾ പറഞ്ഞു കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് നാം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റി ആയിട്ട് പ്രൊസീജിയറിനെ കണ്ടു. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റീസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിനെ പെർഫോം ചെയ്യാം. വാട്ട് ആർ ദ വേസ് ടു ബി യൂസ്ഡ് ഫോർ കംപ്ലീറ്റിംഗ് എ പെർഫോമൻസ്. അതായത് ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് മെത്തേഡിലൂടെ നാം പറയുന്നത്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നോക്കാം. ആൻഡ് സിക്സ്ത് വൺ, റൂൾസ്. റൂൾസ് മീൻസ് ദ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഇൻഫോം വാട്ട് ഈസ് ടു ബി ഡൺ. ദേ ഡു നോട്ട് അലോ ഫോർ എനി ഫ്ലെക്സിബിലിറ്റി ഓർ എനി ഡിസ്ക്രിഷൻ. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം റൂൾ. റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു സ്ഥാപനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് റൂളിലൂടെ ലഭിക്കുന്നു. ആൻഡ് അവിടെ എന്ത് ചെയ്തുകൂടാ എന്നും ഏതിനകത്ത് പറയുന്നുണ്ടാവും, നമ്മുടെ റൂൾസിനകത്ത് പറയുന്നുണ്ടാവും. റൂൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. കാരണം തീരുമാനിച്ചിരിക്കുന്ന റൂൾസ് അതുപോലെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. സെവൻത് വൺ, പ്രോഗ്രാം. പ്രോഗ്രാംസ് ആർ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് എ പ്രോജക്റ്റ് which outline the objectives, policies, procedures, rules, tasks, etc. നാം ഈ മുകളിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ഒബ്ജക്റ്റീവ്സും പോളിസീസും പ്രൊസീജിയേഴ്സും റൂൾസും ഇതൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഔട്ട്ലൈൻ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്ലൈനെയാണ് നാം പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പ്ലാൻ ഈസ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് നാം പലപ്പോഴായി കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. A budget is a statement of expected result expressed in numerical terms. അതായത് ഭാവിയിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള എത്രത്തോളം നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളത് നാം മുൻകൂട്ടി വിലയിരുത്തുന്നതിനെയാണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. നമുക്ക് കൃത്യമായ സംഖ്യാരൂപത്തിലാണ് ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നത് അല്ലേ. നമുക്കറിയാം സാധാരണഗതിയിൽ ബഡ്ജറ്റുകൾ നമ്മുടെ വരവും ചെലവുമൊക്കെ നാം എഴുതി തയ്യാറാക്കുന്ന ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ഇൻകംസും എക്സ്പെൻസും അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റവന്യൂസും എക്സ്പെൻസും ഒക്കെ നാം എഴുതി തയ്യാറാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റിന് ഇങ്ങനെയും പറയാം, ഇറ്റ്സ് എ പ്ലാൻ വിച്ച് ക്വാണ്ടിഫൈസ് ഫ്യൂച്ചർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലെ. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നമ്മുടെ വാല്യൂസ് അല്ലെങ്കിൽ എക്സ്പെൻസും ഇൻകവും അല്ലെങ്കിൽ മറ്റു പല വരുമാനങ്ങളും ചെലവുകളും ഒക്കെ നാം ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിൽ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അതിനെ കൃത്യമായി എഴുതി തയ്യാറാക്കുന്ന ഒരു രീതിയെ പറയുന്ന പേരാണ് ബഡ്ജറ്റ്.